ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചില കേക്കുകൾ കുഴിഞ്ഞു പോകാറുണ്ട്, അതുമാത്രമല്ല ഇതുപോലെ വിണ്ട് കീറാറുണ്ട്. പിന്നെ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ആ ഒരു കേക്കിൽ മുട്ടയുടെ സ്മെല്ല് വരാറുണ്ട്. അതുമാത്രമല്ല കേക്ക് ഒട്ടിപ്പിടിക്കാറുമുണ്ട്. ഇതെല്ലാം മാറ്റാനുള്ള നല്ല ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് വരുന്നത്. അപ്പം ഞാൻ ഇത്രയും നാൾ കേക്ക് ചെയ്തിട്ടും ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്. ഞാൻ കേക്കിന് മുട്ട പതപ്പിക്കാൻ എടുക്കുമ്പോൾ തന്നെ അതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ ഏത് ഫ്ലേവറിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു ഫ്ലേവർ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മുട്ട പതപ്പിച്ചെടുക്കാൻ. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് കുറച്ച് വേണം മുട്ട ബീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണം നല്ലതുപോലെ സ്പീഡ് കൂട്ടി നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ടയുടെ ഒരു സ്മെല്ലും നമുക്ക് ആ ഒരു കേക്കിലുണ്ടാവില്ല. പലരും എൻ്റെ അടുത്ത് വീഡിയോസിൽ കേട്ടിട്ടുണ്ട് മുട്ടയുടെ സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയാണ്. നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഒരിക്കലും മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാറുണ്ടെന്ന് പലരും എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമ്മൾ ആ കേക്കിൽ ചേർക്കുന്ന എണ്ണയുടെയും മുട്ടയുടെയൊക്കെ അളവ് കൂടിപ്പോയാലും ആ കേക്ക് ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ 1 കിലോ കേക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ 4 മുട്ടയാണ് നമ്മൾ ആ ഒരു കേക്കിന് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ ചേർക്കുന്നത് വെച്ചാൽ വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുക്കും, ചെറിയ മുട്ടയാണെങ്കിൽ 2 ചെറിയ മുട്ടയും 2 വലിയ മുട്ടയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ട കൂടിപ്പോയാലും അതുപോലെ തന്നെ എണ്ണ കൂടിപ്പോയാലും ആ ഒരു കേക്ക് ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ചേർക്കുന്ന ഓയിലൊക്കെ കറക്റ്റ് അളവിന് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് അളവിന് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും കേക്ക് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ. തീ കൂടിപ്പോയാൽ അത് നല്ലതുപോലെ അടിഭാഗമൊക്കെ ഡ്രൈ ആയി മൊരിഞ്ഞതുപോലെ ഇരിക്കും. അപ്പം നമ്മൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവകാശം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നിങ്ങൾ കേക്ക് എടുക്കുമ്പോൾ നല്ലതുപോലെ തണുത്തിയ ശേഷം മാത്രം ആ ഒരു ടിന്നിൽ നിന്ന് കേക്ക് എടുക്കണം കേട്ടോ. അത് മാത്രമല്ല പിന്നെ നിങ്ങൾ ചിലപ്പോൾ കേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് തുണി മൂടിയിടാറുണ്ടല്ലോ, അതങ്ങനെ ചെയ്യണ്ട കേട്ടോ. ചൂടോടെ തുണി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആവി വന്ന് ആ ഒരു കേക്കിൽ വീണ് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഈ കേക്കിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വിണ്ട് കീറാറുണ്ടല്ലോ. അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ കേക്ക് ചെയ്യാൻ കേക്ക് ടിന്നിലൊക്കെ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുമല്ലോ നമ്മൾ കേക്ക് ടിന്നിൽ. അത് കൂടിപ്പോയാലും നമുക്ക് ആ ഒരു ഇത് ചൂടിലിരുന്ന് അത് മൊരിഞ്ഞ് ആ സൈഡൊക്കെ നല്ലതുപോലെ വിണ്ട് കീറാറുണ്ട്. അത് മാത്രമല്ല തീ നല്ലതുപോലെ കൂടി ഇരുന്നാലും ആ ഒരു കേക്ക് നല്ലതുപോലെ മൊരിഞ്ഞ് വരാറുണ്ട്. അതുമാത്രമല്ല നമ്മൾ കേക്കിൻ്റെ നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി കിട്ടണം. അത് പഞ്ചസാര ആയാലും ബട്ടർ ആയാലും നല്ലതുപോലെ മെൽറ്റായി വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ. പിന്നെ നമ്മൾ ഈ കേക്കിൻ്റെ ആ ഒരു മുട്ടയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിൽ ചേർക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് വീതം ചേർത്ത് പതുക്കെ ഒരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കാരണം നമ്മളത് സ്പീഡ് കൂട്ടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മുട്ടയൊക്കെ പതഞ്ഞതൊക്കെ അങ്ങ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പീഡ് കുറച്ച് വേണം അത് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളത് ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ആ ഒരു മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലോർ ചേർക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ബീറ്റർ ഉപയോഗിക്കാതെ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് പൊങ്ങി കേക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ അടുത്ത പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല പൊങ്ങി വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ അത് കേക്ക് നല്ലതുപോലെ താന്ന് പോകുന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വെന്തോ എന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് കേക്ക് തുറന്ന് നോക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ട്, ആ ഒരു സമയത്ത് മാത്രമേ കേക്ക് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് താഴ്ന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ നമ്മൾ 1 കിലോ കേക്കാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 30-35 മിനിറ്റിനകം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. 1/2 കിലോ കേക്കാണെങ്കിൽ 25 മിനിറ്റ് വരെ മതി കേട്ടോ നമുക്കത് വെന്ത് കിട്ടാൻ.
ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കേക്ക് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് നല്ല ആ പാത്രം നിറയെ പൊങ്ങി നല്ല രീതിയിൽ വരും കേട്ടോ. അതുമാത്രമല്ല നമ്മൾ കേക്ക് എടുത്ത ശേഷം ചൂടോടെ അത് ഇളക്കി എടുക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ അതിത്തിരി തണുത്തിയ ശേഷം വേണം നമുക്ക് ആ ഒരു കേക്ക് ആ ഒരു മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടി പിടിക്കണില്ലെങ്കിൽ കേക്ക് വെന്തെന്ന് നമ്മൾ കരുതിയാൽ മതി കേട്ടോ. ഇതുപോലത്തെ കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അളവിന് കേക്ക് മുറിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒരു കാര്യവും ചെയ്യേണ്ട. ഒന്ന് കേക്കിൻ്റെ 4 ചുറ്റും ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുത്ത ശേഷം ഒരു നൂല് ഉപയോഗിച്ച് ഒന്ന് 2 സൈഡ് ഒന്ന് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ ഇനി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.